എത്ര ഓടിയിട്ടുള്ളത്? എത്ര? 49,800. 49,800 കിലോമീറ്റർ ഓടിയ ഒരു ആൾട്ടോ 800 ആണ് കേട്ടോ ബ്രോ. ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ. എത്ര കൊടുക്കാം? നമുക്ക് 2,25 കൊടുക്കാം. 2,25 കൊടുക്കാം. അതും മാക്സിമം ലോണും ചെയ്യാം. ഒരു 2 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഈ സ്കൂട്ടറിൽ പോകുന്ന ഫാമിലിക്ക് സ്കൂട്ടറിന്റെ അതേ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ്, കമ്പനി കളറാണ്. വേറെ ഒരു ടെൻഷനും ഇല്ല അല്ല. നല്ല കിണ്ണം പോലത്തെ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? 1,25 കൊടുക്കാം. 1,25 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഹോണ്ടന്റെ അമേസ് 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി അല്ലേ ബ്രോ? അത് എത്ര ആയിരുന്നു? വില എത്ര ആയിരുന്നു? 4,400 രൂപ. 2017 വണ്ടി, സിംഗിൾ ഓണർ, ഫുൾ ലോൺ 4,400 അല്ല. ഓക്കെ. 2 കളറിൽ വന്നിട്ടുള്ള ഒരു ഇറ്റിയോസ് ലിവ ഡീസൽ വണ്ടി. നല്ല ഖിദ്മത്തിന്റെ എക്സ്ട്രാ അലോയ്സ് ഒക്കെ കയറ്റിയ ഒരു വണ്ടിയാണ് ബ്രോ. ഇത് എത്ര പൈസ കൊടുക്കാം? മോഡൽ എത്ര? 2014 മോഡൽ. 2014 GD. GD എത്ര കൊടുക്കാം? 3,85 കൊടുക്കാം. 3,80. ചെറിയ ബഡ്ജറ്റ്, ലോ കിലോമീറ്റർ, ഫുൾ ലോൺ അല്ല. ഏതായിരുന്നു? i20. 2014 i20, 56,000 കിലോമീറ്റർ, ഫുൾ എമൗണ്ട് ലോൺ. എത്ര വില? എത്ര? 2,75 കൊടുക്കാം. 2,75 ഫുൾ ലോൺ. പൈസ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിഗംഭീരമായ വെടിക്കെട്ട് കളക്ഷൻ ഉള്ള ഒരു കിഡിലൻ ഷോറൂം. മുമ്പ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മുമ്പത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പൊ വേറെ ലെവലാണ്. ഒരുപാട് വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. മുമ്പ് ഇവര് സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ എല്ലാത്തരം വാഹനങ്ങളുണ്ട്. റിച്ച് ടീമിന് പറ്റിയ ഓഡി, ബെൻസ്, BM, അതുപോലെ തന്നെ 7 സീറ്ററിൽ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. പിന്നെ ചെറുവണ്ടികളാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന. ചെറുവണ്ടികളാണ് കേട്ടോ. എല്ലാത്തരം ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അല്ലെ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, റാഷിദ് ഭായ് ആണ്. റാഷിദ് ഭായ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മള് വീഡിയോ ചെയ്തിട്ട് 4 മാസമായി അല്ലേ? പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കുറെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മാക്സിമം കുറച്ച് വണ്ടികൾ ഉണ്ടായിട്ടുള്ളൂ അന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോ. പക്ഷെ ഇപ്പോ ഏകദേശം ഒരു 30-ന് മേലെ വണ്ടികളുണ്ട് അല്ല. ഓഫറിൽ വില പൊട്ടിച്ചു കൊടുക്കാം. റമദാനും നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അടിപൊളി ക്വാളിറ്റി വണ്ടികൾ, നല്ല ഓഫർ പ്രൈസും. നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇപ്രാവശ്യം കയറിയിട്ടുള്ളത്. അതും എവിടെ നിന്നും കൊടുക്കാത്ത വിലക്ക് നമുക്ക് കൊടുക്കാം. ഒരു കുഴപ്പമില്ലാത്ത വിലക്ക് നമുക്ക് കൊടുക്കല്ല. പെരുന്നാളിന്റെയും റമദാന്റെ ഓഫറിൽ പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് വേറെ എന്തെങ്കിലും പറയണ്ട പ്രേക്ഷകരോട്? തുടങ്ങാല്ലേ? ഓക്കെ. ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലേ. മാറഞ്ചേരി, പൊന്നാനി ഗുരുവായൂർ റോഡിൽ മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. പിന്നെ ചോദിക്കാൻ പറ്റുക എന്താ വെച്ചാല്, നിങ്ങൾ വണ്ടി ഡെലിവറി ചെയ്ത് കൊടുക്കും? ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോ മാക്സിമം വാഹനങ്ങൾ നോക്കുന്നവര്, ആവശ്യക്കാർ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയും പോലെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് തൃപ്തി ആയെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലേ? വണ്ടി നല്ല പാകം വിലയാണ്. ഒരുപാട് വാഹനങ്ങൾ, എല്ലാ ജനപ്രിയ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. അപ്പൊ ഓരോ വണ്ടികളെ കാണിച്ചു കൊടുക്കാം അല്ലെ? നേരെ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു സ്വിഫ്റ്റിൽ തുടങ്ങാം അല്ലെ? ഇവിടെ നോക്കിയേ ഒക്കെ ജനപ്രിയ വണ്ടികൾ. 2 കളറിൽ വന്നിട്ടുള്ള ഒരു ഇറ്റിയോസ് ലിവ ഉണ്ട്. ഇതാ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ഉണ്ട്. ഈ വൈറ്റിൽ തുടങ്ങാം നമുക്ക് അല്ല. നല്ല കിരുമത്തിന്റെ നമ്പറാണ് കേട്ടോ. ഇതാ 3322 ആണ്. KL 60-ലാണ്. 1 ലക്ഷം രൂപ ഈ തന്നെ കൊടുക്കേണ്ടി വരും അല്ലെ റഷീദ് ഭായ്? അതൊക്കെ ഫ്രീ ആ നമ്പറൊക്കെ ഫ്രീ അല്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് ഫ്രീ ആണ്. പുതിയത് എടുക്കണമെങ്കിൽ 1 ലക്ഷം കൊടുക്കണ്ടേ? എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളൊന്ന് പറഞ്ഞേ? 2016 മോഡൽ, 16 വണ്ടി. ഓപ്ഷൻ പിന്നെ ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ടയേഴ്സ് ഒക്കെ നമുക്കൊരു 80% ഉള്ള ടയേഴ്സ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ഇല്ല. ഇന്റീരിയറും ഇന്റീരിയറും നല്ല നീറ്റ് ആണ്. ഓക്കെ. പിന്നെ ഇത് 1,20,000 കിലോമീറ്റർ ആവണുള്ളൂ. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ, വാട്ടർ പമ്പ്, ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ഫൈനൽ പ്രൈസ് ആയിട്ട് 4,35,000 രൂപ കൊടുക്കാം. 4,35,000 കൊടുക്കാം. 2016 സ്വിഫ്റ്റ് VDI ആണ് നിങ്ങളെ കാണിച്ചത്. അതും മാക്സിമം ഫുള്ളി ലോണിൽ കൊടുക്കാം. ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാനും പറ്റും അല്ലെ? ഓക്കെ. വണ്ടിമേ വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ, ഫ്ലഡ് ഒന്നുമില്ല. ഫ്ലഡ് ആക്സിഡന്റ് ഒക്കെ കണ്ണി ചിമ്മിട്ട് എടുക്കാം. മിയ അല്ല. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കാണിച്ചാലോ? 2013-14 രജിസ്ട്രേഷൻ, 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം. അതും ഓപ്ഷൻ VDI അല്ലേ? ഓക്കെ. ഡീസൽ വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? അത് 1,25 ഓടിയുണ്ട്. 1,25 ഓടിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും റീപ്ലേസ് ആയിട്ടില്ല. സീറ്റ് കവർ ഇല്ല. കമ്പനി സീറ്റ് തന്നെയാണ് കിടക്കുന്നത്. സീറ്റ് കവർ ഇല്ല. പ്രശ്നമുള്ളൂ. ഓക്കെ. പുറത്ത് നല്ല വൃത്തിയുണ്ട്. ഈ ഇന്റീരിയർ ഭാഗത്ത് കുറച്ച് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ട് വൃത്തിയാക്കേണ്ടി വരും.
അത്യാവശ്യം ടയറൊക്കെ ഗ്രിപ്പ് ഉണ്ടല്ലേ? ടയറൊക്കെ നമുക്ക് 80% ഉള്ള ടയേഴ്സ് എടുക്കുന്നത്. വണ്ടിയുടെ ഹൈലൈറ്റ് പറഞ്ഞാല് വണ്ടി ഇറങ്ങിയിട്ട് ഇതൊരു ക്വാർട്ടർ ക്ലാസ് ഒരു വണ്ടി റീപ്ലേസ് ഇല്ല. അത്രയ്ക്ക് പക്ക കണ്ണി ചിമ്മിട്ട് തുറന്നിട്ടുള്ള എടുക്കാൻ പറ്റിയ വാഹനം അല്ലെ? എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് നമുക്ക് ഫൈനലായിട്ട് 3,35,000 രൂപ കൊടുക്കാം. 3,35,000 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഒരു 2.25-3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. മതി അല്ല? ഓക്കെ. ഇവിടെ നമുക്കൊരു ഇറ്റിയോസ് ലീവ് കാണിച്ചു കൊടുത്താലോ? 2014 വണ്ടി, 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 2014 വണ്ടി, ഒറിജിനൽ കേരള റീവണ്ടിയാ. നമ്പർ ആയതാണ്. KL 55 നമ്പർ ആയ ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തേ? അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് അല്ലേ? അലോയ്സ് കാര്യങ്ങളുടെ എല്ലാ ടയറും 4 ടയർ പുത്തൻ കാടും പുത്തൻ ടയറാണ് കേട്ടോ. അലോയ്സ് ആണെങ്കിൽ നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഒരു സാധനം മാറിയില്ല. അതർ സ്റ്റേറ്റ് വണ്ടി ആണെങ്കിലും സാധനം മാറിയില്ല. റീപ്ലേസ് മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. പക്ക വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ ജെനുവിനാ? 2 ലക്ഷം കിലോമീറ്റർ ജെനുവിനാ? അതെ. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് നമുക്ക് 3,80,000 രൂപ കൊടുക്കാം. 3,80,000 കൊടുക്കാം. ഫൈനലാണ് ഒറ്റ വില. ഫൈനൽ 3,80,000 കൊടുക്കാം. ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു ഇറ്റിയോസ് അല്ലെ? നല്ല ബൂട്ട് സ്പേസ്, മെയിന്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബ്രോ, ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? കേരള വണ്ടിയാണ് അല്ലേ? ഓക്കെ. എത്ര മോഡലാണ് ഇത്? 2012 മോഡലാണ്. ഓപ്ഷൻ ഏതായിരുന്നേ? GD. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഇത് 1,35,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 1 ലക്ഷത്തി കറക്റ്റ് സർവീസ് ഉണ്ട്. ടൊയോട്ട തന്നെ സർവീസ് ഉള്ള വണ്ടിയാ. റീപ്ലേസ് ഒന്നും മാറിയില്ല. ജെനുവിന്. വേറെ തട്ടുമുട്ട് പേർക്ക് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ പക്ക. ഒന്നും ചെയ്യാനില്ല. കണ്ണി ചിമ്മിട്ട് എടുക്കാം. 1.35 കറക്റ്റ് ടൊയോട്ടയിൽ സർവീസ് വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമുക്ക് 3,45,000 രൂപ കൊടുക്കാം. 3,45,000 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഇറക്കാം? ഇതിന് നമുക്കൊരു 3 ലക്ഷം 2.5-3 ഇടയിൽ ലോൺ ചെയ്ത് കൊടുക്കാം. മതിയാവൂല? ഇവിടെ നമുക്കൊരു ക്രിസ്റ്റ കാണിച്ചാലോ? നല്ല കിരുമത്തിന്റെ ക്രിസ്റ്റ. ഇത് ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ആക്കിയ വണ്ടിയാ? അതെ. എത്ര മോഡലായിരുന്നു? 2018 മോഡൽ. 18 വണ്ടിയാണ്. റീവണ്ടിയാ? നമ്പർ ആക്കിയത് KL 54 നമ്പർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. G4 അല്ല ഓപ്ഷൻ തന്നെ? ഓക്കെ. വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ? 1,03,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ്. മോഡൽ എത്രയായിരുന്നു? 2018 വണ്ടിയാണ്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് പരിക്ക് മേജർ ഫ്ലഡ് ഒന്നുമില്ല? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ല? കറക്റ്റ് ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്. ഹിസ്റ്ററി നിങ്ങളെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് PDF ആയിട്ട് അയച്ചു തരും കേട്ടോ. നിങ്ങളിപ്പോ ലോങ് എന്നൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രോ, ഇത് എത്രാമത്തെ ഓണർ ആയിരുന്നു? ഇത് ഞാൻ സെക്കൻഡ് ഓണർ. നിങ്ങൾ സെക്കൻഡ് ഓണറാണ് തന്നെ? രണ്ടാമത്തെ ഓണറിൽ വണ്ടി ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരെ പേറ്റിന് തന്നെയല്ലേ? നിങ്ങളെ പേറ്റിന്? ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റുമോ ബ്രോ? ഇത് നമുക്ക് 14 രൂപ കൊടുക്കാം. 14 രൂപ കൊടുക്കാം. ഫൈനൽ 14 രൂപ കൊടുക്കാം. 2018 ന്യൂ ടൈപ്പ് ആക്കിയ 1,03,000 കിലോമീറ്റർ. മേജറായിട്ട് യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. എല്ലാ ടയേഴ്സും നമുക്ക് 80% അബോവ് ഉള്ള ടയേഴ്സ്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയത്. ഏകദേശം ഒരു 12.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ല? മാക്സിമം എന്തും കുറയോ? 14 വന്നാൽ എന്തെങ്കിലും കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരന് വന്ന് നോക്കും. ഇയോണ് കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? 2014 മോഡൽ എറ പ്ലസ്. 14 മോഡൽ എറ പ്ലസ് ആണ്. 80,000 കിലോമീറ്റർ ഓട്ടം ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. എല്ലാ ടയേഴ്സും നമുക്കൊരു 70% അബോവ് ഉള്ള ടയേഴ്സ് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ടാവും, ഫുൾ കവർ. ഓക്കെ. പിന്നെ ഫൈനലായിട്ട് നമുക്ക് ഒരു 1,55,000 രൂപ കൊടുക്കാം. 1,55,000 കൊടുക്കാം. 2014 വണ്ടി അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,55,000 കൊടുക്കും. മാക്സിമം ലോൺ എത്ര കിട്ടും? ഒരു 1,30 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ നമുക്കൊരു ആൾട്ടോ കാർ കാണിച്ചു കൊടുത്താലോ? ആൾട്ടോ 800. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2015 വണ്ടിയാണ്. 15 വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ. ഒരേ ഒരു ഓണർ? സിംഗിൾ ഓണർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും കറക്റ്റ് കമ്പനി സർവീസ്. ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. പക്ക. എല്ലാ ടയേഴ്സും നമുക്ക് 80% ഉള്ള മിയ വണ്ടി അല്ലേ? ഫുൾ കവർ ഇൻഷുറൻസ്. വണ്ടി ഒരു ക്വാർട്ടർ ക്ലാസ് ഒരു ഇതുവരെ മാറിയിട്ടില്ല. ഇതുവരെ മാറിയില്ല. അപ്പൊ ആരാണ് യൂസ് ആക്കിയത്? കിരുമത്തിന്റെ ആളല്ലേ യൂസ് ആക്കിയത്? ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ ഗൾഫറിന്റെ വണ്ടിയാ? അല്ലല്ല. ഓക്കെ. ഇത് എങ്ങനെയാ നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇതിന് നമുക്ക് 2,25,000 രൂപ നെറ്റ് ആണ്.
നെറ്റ് കിട്ടും. 220. ആകെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 50,000 കിലോമീറ്റർ കറക്റ്റ് ജെന്യൂൻ കമ്പനി ഹിസ്റ്ററി ഉള്ളത്. ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് ആണ്. ഒന്നും ചെയ്യാൻ വണ്ടി കൊണ്ടയ അടിപൊളി. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാനില്ല. സാധാരണ ഒരു വണ്ടി എടുത്തെങ്കിൽ ഓയിൽ പോലും മാറ്റണങ്ങൾ. അതെ, സാധാരണ ഒരു വണ്ടി എടുത്തെങ്കിൽ ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, മാക്സിമം 220 തന്നെ ലാസ്റ്റ്. 225 നമുക്ക് ഫൈനൽ കിട്ടും. നിങ്ങൾ നേരത്തെ പറഞ്ഞ 220 ആണ്. 25 പറഞ്ഞേ. ഓക്കെ, അപ്പൊ 220 ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ. 2015 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല കിണ്ണം പോലത്തെ ഒരു ഇന്നോവ കാണിച്ചു കൊടുക്കല്ല ബ്രോ. ബ്രോ ഇതെങ്ങനെയായിരുന്നു? KL 54 വണ്ടി ഉള്ളത്. KL 54 ഞാൻ നമ്പർ ആക്കിയ വണ്ടിയാണ്. 2015 മോഡലാണ്. 15 മോഡലാണ് അല്ല. ഓക്കെ, ഏതാ ഓപ്ഷൻ പിന്നെ? G4 ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടിമോ യാതൊരു റീപ്ലേസ്മെന്റും ഇല്ലട്ടാ. ഫ്രണ്ട് ഗ്ലാസ് ചെറിയ ഒരു ചിഹ്നലുണ്ട്, പക്ഷെ നമ്മൾ മാറ്റാണ്ട് എടുക്കുക. റീപ്ലേസ്മെന്റ് ആവേണ്ടത് വെച്ച് മാറ്റാണ്ട് എടുക്കാണ്. കസ്റ്റമർ കൊടുക്കുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കും. ഇതുവരെ കമ്പനി സർവീസ് ഉണ്ട്. 2,48,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. കസ്റ്റമർക്ക് നമ്മൾ PDF കൊടുക്കും. അയച്ചു കൊടുക്കും. ഒരു മൈനസ് ഇതിന് പറയാനില്ല. മൈനസ് ആയിട്ട് ഒന്നും പറയാനില്ല. ഓടാനുള്ള കണ്ടീഷൻ വണ്ടി. ഇന്റീരിയർ ഭാഗത്ത് കാണിച്ചു കൊടുക്കാൻ ഡോർ ലോക്ക് ആണ്. ഇന്റീരിയർ ആൾക്കാർ വിളിച്ചാല് അൺലോക്ക് ചെയ്ത് തരാം. നല്ല നീറ്റാ. ഓക്കെ, തുറന്നോളി, വേഗം തുറക്ക്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ടും എടുക്കാൻ പറ്റിയൊരു വാഹനം. ഇന്റീരിയർ ഭാഗത്ത് നോക്കണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഇത് ആസ്ക് ചെയ്യുന്നു ബ്രോ? ഇത് നമുക്ക് 8,30,000 കൊടുക്കാം ഫൈനലി. 35 കൊടുക്കാം. അതും 2015 ടൈപ്പ് 4 കമ്പനി വരുന്ന വണ്ടിയല്ല. യാതൊരു റീപ്ലേസ്മെന്റ് ഇതുവരില്ല. ടയർ, ഇൻഷുറൻസ് എല്ലാം പുതിയത്. ഒന്നും ചെയ്യാനല്ല. അടിപൊളി വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോളി കേട്ടോ. ഇവിടെ ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റും. വേറെ തന്നെ ഒരു മുതലാ. 2008 മോഡൽ. 8 മോഡൽ വാഗണർ. സിംഗിൾ ഓണർഷിപ്പ്. 50,000 51,000 കിലോമീറ്റർ ആകൂടിയില്ലേ ജെനുവിന്. ക്വാളിറ്റി വണ്ടി. 28 വരെ പേപ്പർ ഉണ്ടാവും. 28 വരെ പുതിയ പേപ്പർ. എന്തൊക്കെ വരുന്നത്? AC, പവർ സ്റ്റിയറിംഗ്, VXI എല്ലാം ഉണ്ട്. ഇത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, 4 കടുപ്പുത്ത ടയർ, ഇൻഷുറൻസ് പുതിയത്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. നല്ല അടിപൊളി വണ്ടിയല്ലേ? ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2008 വണ്ടിട്ടാ. സിംഗിൾ ഓണർഷിപ്പില്. ഓക്കെ, ഓട്ടം കുറഞ്ഞ വണ്ടിയാണ്. എത്രയാണ് ഇത് ആസ്ക് ചെയ്യുന്നത്? 1,25,000 കിട്ടണം. 1,25 കിട്ടണം. അതെ, അത് ഓട്ടം കുറവായതുകൊണ്ട്. കുറവായിട്ടുള്ള വിലയാണ്. അങ്ങനത്തെ ഒരു വിലക്ക് എടുത്തതാണ്. നല്ല അടിപൊളി വണ്ടി. എന്തായാലും ഇങ്ങനത്തെ ആവശ്യക്കാരുണ്ടാവും. ആവശ്യക്കാർ വന്നോട്ടെ. അതെ, അല്ല, വിളിച്ചോട്ടെ. ഹൈ ക്വാളിറ്റി വണ്ടി. 2008 51,000 കിലോമീറ്ററോടെ വണ്ടി നമുക്ക് കൊടുത്തിട്ടാണ്. അതെ, മെക്കാനിക് ഫുൾ ഫിറ്റ് വണ്ടി. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, ഓയിൽ പോലും മാറ്റേണ്ട, കൊണ്ടായി ഓടിയാൽ മതി. അത്രയും പക്കാണ്. അടിപൊളി വണ്ടി. ഓക്കെ, ഇവിടെ ഒരു മാരുതിന്റെ സിയാസ്, ഒരു സെഡാൻ വാനാണ്. ഡീസൽ ആണ് അല്ലേ ബ്രോ? അതെ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2014 ZDI വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. അതെ. ഓക്കെ, രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റ് കേട്ടോ. സൂപ്പർ നീറ്റ്. KL 14 വണ്ടി അല്ലേ? അതെ. രണ്ടാമത്തെ ഓണർഷിപ്പില് വണ്ടി. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങൾ ഇടി കുത്തൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്തൊന്നും നോക്കണ്ട കേട്ടോ. നല്ല കിരുമത്തിന്റെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ ഇതിൽ വരുന്നല്ലോ. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, ഡിഫോഗർ എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടി അല്ല. എത്ര കൊടുക്കാം? അടിപൊളി. 4,30,000 കൊടുക്കാം. 4,35 കൊടുക്കാം. അതും 2014-15 വണ്ടി. 14 ലാസ്റ്റ് വണ്ടി അല്ല. മാക്സിമം ലോണും ചെയ്യല. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഓണ്ടന്റെ അമേസ് അല്ല, ഡീസല് ഫുൾ ലോൺ കൊടുക്കല്ലേ ഈ വണ്ടി? ഒരു നയ പൈസ വേണ്ട. എത്ര മോഡലായിരുന്നു? 2017 മോഡൽ ഡീസൽ വണ്ടി. അത്യാവശ്യം 25 കിലോമീറ്റർ മൈലേജ് പക്ക കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, 17 വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഇടിയും കുത്തൊന്നും ഇല്ല. ഇല്ലല്ലോ, ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഓക്കെ, ഓട്ടത്തിൽ ഉണ്ടാവും ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം. സിംഗിൾ ഓണർ ആണ് തന്നെ. ഒരേ ഒരാൾ യൂസ് ആക്കിയ വണ്ടി അല്ല. ഓക്കെ, എത്ര ആസ്ക് ചെയ്യണേ? 4.5 ലക്ഷം രൂപ ഫുള്ള് ലോൺ. 4.5 ചോദിക്കുന്നുണ്ട് ഫുള്ള് ലോൺ അല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടോ അല്ലേ?
ഈ മൈലേജ് കൂടുതൽ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? അതെ. ഒരു CNG വണ്ടിയാണ് മാരുതിന്റെ വാഗനർ. സ്റ്റിംഗർ ഏതാണ് ഇത്? ഇത് വാഗനർ CNG വാഗനർ അല്ല, 16 LXi വാഗനർ ആണ്. എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് കമ്പനി ഫിറ്റഡ് CNG ആണ്. ഓക്കെ. 1,50,000 കിലോമീറ്റർ ഓടിയുണ്ട്. വണ്ടി അതർ സ്റ്റേറ്റ് ആണ്, ഫ്രീ വണ്ടിയാണ്. നമ്മളിവിടെ നമ്പർ ആക്കിയിട്ട് 2,70 കൊടുക്കും. 2,70 നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കും. അതും 2016 വണ്ടി. വണ്ടി മെക്കാനിക് ഒക്കെ എന്ത് പാട് ബ്രോ? മെക്കാനിക് ഒക്കെ സൂപ്പറാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ഏതായിരുന്നു? ഇത് i20 2014 മോഡൽ സ്പോർട്സ്. i20 ആണ് 2014 വണ്ടി. ഡീസൽ വണ്ടി? ഡീസൽ അല്ല, പെട്രോൾ. ഏത് ഓപ്ഷന്? സ്പോർട്സ് ആണ്. 56,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 56 ഓടിയിട്ടുള്ളൂ. വേറെ വണ്ടി മിന്റ് കണ്ടീഷൻ, ആകെ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാ ടയേഴ്സ് നമുക്ക് 75% അബോവ് ടയേഴ്സ് ആക്കുന്നത്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. ഫുള്ള് പൈസ ലോൺ ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോണ്? അതെ. ഓക്കെ, ഫുള്ള് ലോണിൽ ഇറക്കി കൊണ്ടുപോകല്ല ഈ വണ്ടി. 2014 മോഡൽ സ്പോർട്സ് പെട്രോൾ. എത്ര നിങ്ങൾ ചോദിച്ചാ? 2,75,000 രൂപ കൊടുക്കാം. 2,75,000 കൊടുക്കാം. 2014 i20. ഓക്കെ, അപ്പൊ സ്പോർട്സ് ആണ്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? നല്ല കിരുമത്തിന്റെ ഹൂണ്ടായിന്റെ ക്രെറ്റയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2019 വണ്ടി. 19 പുത്തൻ വണ്ടി അല്ലേ? 2019 മോഡൽ ഹ്യൂണ്ടായിന്റെ ക്രെറ്റ SX വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഇല്ല, അതിന്റെ തൊട്ട് താഴെ. ആൻഡ്രോയിഡ്, പുഷ് ബട്ടൺ, ബാക്ക് വൈപ്പർ, നാവിഗേറ്റർ എല്ലാം വരുന്ന വണ്ടി. എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. 1.6 പെട്രോൾ വണ്ടിയാണ്. അതെ. 1,00,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് എല്ലാ 10,000 കിലോമീറ്ററിലും. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. എല്ലാ ടയേഴ്സും നമുക്ക് ഒരു 80% അബോവ് ടയേഴ്സ് ആണ്. നല്ല കിണ്ണം പോലെ വണ്ടി. പിന്നെ ഇൻഷുറൻസ് ഫുൾ കവർ പുതിയ ഇൻഷുറൻസ്. എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമുക്കൊരു 7.5 ലക്ഷം രൂപ കൊടുക്കും ഫൈനലി. 7 രൂപ കൊടുക്കാം. അതും 19 1.6 പെട്രോൾ. മാക്സിമം ലോൺ ചെയ്യാലോ ഈ വണ്ടിക്ക്? 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അപ്പൊ ആവശ്യക്കാർ വേഗം വിളിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി വണ്ടി കേട്ടോ. എല്ലാ 10,000 സർവീസ് ഉള്ള ഉഷാർ വണ്ടി. ഓക്കെ, വാഗനർ അല്ലേ ബ്രോ? ഇത് എങ്ങനെയായിരുന്നു മോഡൽ വാഗനർ? ഇത് 2018 വണ്ടി. VXi LXi ആണ് അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ വണ്ടി 2018 മാനുവൽ LXi വണ്ടി. ഓക്കെ, 65,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ഇടികുത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല രസമുണ്ട്. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 3.5 കൊടുക്കാം. 18 വണ്ടിട്ടാ. മാക്സിമം ഫുള്ളി ലോണും ചെയ്യാം. ഏകദേശം 3 രൂപ മേലെ ലോണും കിട്ടും. ലോണും കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. 65,000 ലോണല്ല, 3 രൂപ കയറുള്ളൂ. 3 രൂപ മേലെ കയറും. മേലെ കയറും അല്ലെ? 18 മോഡലിന്റെ. എന്തായാലും നോക്കി കളി, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കാം. നല്ല ഫാൻസി നമ്പർ ആണ്. 368 ആണല്ലോ. ഓക്കെ, ഇത് KL55 ഉള്ളത്. ഇത് മോഡൽ എത്ര? 2013 മോഡൽ. 13 മോഡൽ. ഓക്കെ, ഡിസയർ VDI ആണ്. ഡിസയർ ആണ്. ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ VDI 2013 മോഡൽ. 1.23 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ടയേഴ്സ് ലേശം കുറവുണ്ട്, ബാക്കിയൊക്കെ ഉഷാറ്. നല്ല ക്ലീൻ പീസ്. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3.35 ഫൈനൽ കൊടുക്കാം. 3.35 ഫൈനൽ കൊടുക്കാം. 10-30 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാനും പറ്റുമല്ലോ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ഹൂണ്ടായിന്റെ വെർണയാണ് നിങ്ങളെ കാണിക്കുന്നത്. വെർണ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം തന്നെ. ഡീസലോ പെട്രോളോ വണ്ടി? പെട്രോൾ. ആകെ 60,000 കിലോമീറ്റർ. അടിപൊളി. 60,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടി അല്ല? ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പ്. മോഡൽ എത്രയായിരുന്നു? 2014 മോഡൽ ഹ്യൂണ്ടായി പറഞ്ഞ 1.4 പെട്രോൾ എഞ്ചിന്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മിന്റ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി. കണ്ണി ചിമ്മിട്ട് എടുക്കാം. പിന്നെന്താ, അത്രയ്ക്ക് പക്ക വണ്ടി അല്ലേ? അതെ. ആകെ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 3,35,000 രൂപ കൊടുക്കാം. ഫൈനൽ 3,35,000. എത്ര പൈസയാണ് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50,000-60,000 രൂപ കൊണ്ട് ഇറക്കാം. മതിയാവും അല്ലേ? ഓക്കെ. ഒരു കോളേ നമുക്ക് ഇവിടെ ഒരു ഈ ഡിസൈർ കാണിച്ചു കൊടുക്കാം. ഒരു വെറൈറ്റി കളർ. ഇത് കമ്പനി കളർ തന്നെയാണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഡിസൈർ അല്ല? 2009 മോഡല്. 29 രൂപ. 2009 മോഡൽ VXi ഡിസൈർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഇതുവരെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല.
2009 AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, 4 ഡോർ പവറിന്റെ വർക്കിംഗ്, അലോയ് എല്ലാ ടയേഴ്സും നമുക്കൊരു 80% ഉള്ള ടയേഴ്സ്, ഇൻഷുറൻസ് പുതിയത്. പിന്നെ 2009 വണ്ടി 29 വരെ പേപ്പർ ഉണ്ടാവും. 2029 വരെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. വണ്ടി പഴയതാണെങ്കിൽ പുലിയാണ് അല്ലെ? പുലിയാണ്, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര കൊടുക്കാൻ പറ്റും ബ്രോ ഇത്? നമുക്ക് 1.5 കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കല്ലേ? ലോൺ ഒന്നും കിട്ടോ? ലോണ് നമ്മൾ ചെയ്യില്ല. ഇല്ലല്ലേ, ലോണൊന്നും കിട്ടൂല. ആവശ്യക്കാര് ക്യാഷ് കൊണ്ടുവന്നാല് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ ഒരു ഹൂണ്ടായിന്റെ ഇയോൺ കാണിച്ചു കൊടുത്താലോ? 2015 വണ്ടി. 15 വണ്ടിയാണ്. 1000 cc 1 ലിറ്റർ കാപ്പ എഞ്ചിൻ. 1 ലിറ്റർ കാപ്പ എഞ്ചിന് 1000 cc. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, ഇന്റീരിയർ ഒക്കെ അടിപൊളിയാ. അടിപൊളി. എല്ലാ ടയേഴ്സും നമുക്ക് 20% ഉള്ള ടയേഴ്സ്, ഇൻഷുറൻസ് ഫുൾ കവർ പുതിയത്. ഇത് നമുക്കൊരു 1.75 കൊടുക്കും. ഫൈനലി 1.75 കൊടുക്കാം. 1.5 ലക്ഷം റുപ്യ മേലെ ലോണും കിട്ടുന്നതാണ് ഇതിന്റെ അറിവ്. അത്ര ലോണും കിട്ടും. അപ്പൊ 10-25 രൂപ വേണ്ടി വരുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, വണ്ടി ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? മെക്കാനിക് ഫുൾ ഫിറ്റ്, നല്ല പവർ ഉണ്ട്. 1000 cc ആണ്. ഇതൊക്കെ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുമോ ഈ വണ്ടിക്ക്? കൊടുക്കൂല്ലേ? പിന്നെ പക്കാണ്. ഇതിന് കൊടുത്തില്ല, ഇതിന് കൊടുക്കുക. അതെ, ഒരു മാസം എഞ്ചിൻ വാറണ്ടി. 1 മാസത്തെ എഞ്ചിൻ വാറണ്ടി ഇതിന് കൊടുക്കാം. ആവശ്യക്കാർ വരട്ടല്ലേ? ഓക്കെ, ഇവിടെ ഒരു ആൾട്ടോ K10 കാണിച്ചു കൊടുത്തല്ലോ. അടിപൊളി വണ്ടിയാ. ആ ഇയോണിനെക്കാട്ടി സൂപ്പർ വണ്ടിയാ. ഇത് 2013 മോഡൽ ആൾട്ടോ K10 VXI. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഇപ്പോഴും കമ്പനി സർവീസ് ചെയ്യണ വണ്ടിയാണ്. കറക്റ്റ് 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കണേ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ തുറന്നു നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, ഒരു പെട്ടി പീസ് വണ്ടി കണ്ണി ചിമ്മിട്ട് എടുക്കാലോ. രണ്ടാമത്തെ ഓണർഷിപ്പ് സൂപ്പർ വണ്ടി. എത്ര ഇതാസ്കേനെ? 1,75,000 രൂപ ഫൈനൽ കൊടുക്കാം. ഫൈനൽ ചെയ്യല. വേറെ വണ്ടി പ്രശ്നങ്ങൾ ലോൺ ചെയ്യാൻ പറ്റും. 2013 VXI ആണ്. 1.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 10-25 രൂപ ലോൺ ആവശ്യക്കാർ വരട്ടെ. ഇവിടെ ഒരു ഇയോൺ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് ഇയോണല്ല, ഐറ്റൻ ഗ്രാൻഡ് ആണല്ലേ? സോറി പറഞ്ഞോ. നല്ല അടിപൊളി കളറാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് കണ്ടീഷൻ. 73,000 74,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ കൊണ്ടുപോയ ഒന്നും ചെയ്യണ്ട, റെഡി ടു ഡ്രൈവ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. സ്പോർട്സ് വേരിയന്റ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടിയില്ല, കുത്തില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാര നമ്പർ 780078. എത്ര ഇതാസ്കേനെ? ഇത് നമുക്ക് 3,80,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,85 കൊടുക്കാം. 2018 മോഡൽ വണ്ടിയാണ്. 18 മോഡൽ വണ്ടിയാണ്. അതെ, ആവശ്യക്കാർ വരട്ടല്ലേ? ഓക്കെ, ഹിദ്മത്തിന്റെ ബെൻസ് ഈ ക്ലാസ് അല്ല? എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2011 മോഡൽ E350. ഓക്കെ, രണ്ടാമത്തെ ഓണർഷിപ്പ്. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കർണാടക രജിസ്ട്രേഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഡീസൽ വണ്ടിയാണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. വർക്കിംഗ്, എല്ലാ സാധനവും വർക്കിംഗ്. 2011 മോഡലാണെങ്കിലും മിന്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഈ ക്ലാസ് വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരില്ല. അതിനുള്ള പൈസ, ചെറിയ പൈസ. എല്ലാ ടയർസും നമുക്ക് ഒരു 80% മൈലേജും കിട്ടുന്നുണ്ടല്ലോ വണ്ടി. 15 ഓട്ടോമാറ്റിക്. 15 ഇത് ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, വേറെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒന്നും ചെയ്യാലോ വണ്ടി. എത്ര പിന്നെ എത്ര കൊടുക്കത്? 5,70,000 രൂപ കൊടുക്കാം. 5,75 കൊടുക്കാം. 75 കൊടുക്കാം അല്ലേ? 2011 പുതിയ പേപ്പർ എടുക്കണ്ടേ ബ്രോ? പേപ്പർ അടുത്ത കൊല്ലം മസ്റ്റ് വരുന്നുണ്ട്.